അല്ലെങ്കിൽ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഡൗട്ട് കൂടി ഞാൻ പറയാണ്. അതിലൊരു പോസിറ്റീവ് ചേഞ്ച്, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അപ്പം ഈ ഒരു റീസണും നമ്മളെ ഇൻഡയറക്ട്ലി ഈ സ്പോൺസർഷിപ്പിനെ, അതായത് സ്റ്റാഫിനെ കൂടുതൽ വേണ്ടപ്പോഴാണല്ലോ അവർ സ്പോൺസർ ചെയ്ത് ഓഫ് ഷോർ കാൻഡിഡേറ്റ്സിനാണ് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഇയറോടുകൂടി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയിട്ട് നമുക്ക് ഏകദേശം 2026 ആകുമ്പോൾ അവിടെ എത്തി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ചിത്തു റോസ് ജോസഫ്. ഞാൻ ഫാർമ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കം ഫാക്കൽറ്റി ആണ്. നമുക്കറിയാം, ഓവർസീസ് ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യണമെങ്കിൽ ഇവാലുവേറ്റിംഗ് എക്സാമായ ക്യാപ്സ് ക്ലിയർ ചെയ്യണം. ഈ നവംബറിൽ നടക്കാൻ പോകുന്നത് ഫൈനലായിട്ടുള്ള ക്യാപ്സ് എക്സാം ആയിരിക്കും. നെക്സ്റ്റ് ഇയർ മുതൽ അതിന് ഒപ്ര എന്ന പേരിലായിരിക്കും അറിയപ്പെടുക, അതായത് ഓവർസീസ് ഫാർമസിസ്റ്റ് റെഡിനെസ് അസസ്മെന്റ്. എക്സാമിനെ പറ്റിയുള്ള ചേഞ്ചസോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് നമ്മൾ വിസ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വിസയ്ക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ എത്താനുള്ള ഡിഫറെന്റ് വിസ ഓപ്ഷൻസിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള വിസ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സ്കിൽഡ് നോമിനേറ്റഡ് വിസയും എംപ്ലോയി സ്പോൺസർ വിസയും അല്ലെ? ഇതിൽ സ്കിൽഡ് നോമിനേറ്റഡ് വിസകളായ 491 അല്ലെങ്കിൽ 190 പോലുള്ള വിസകൾക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയാലാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സർട്ടൺ എലിജിബിലിറ്റി പോയിന്റ്സ് മീറ്റ് ചെയ്യണം. ആ പോയിന്റ്സ് ഉള്ള EOI, അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും ROI ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇയർ അറൌണ്ട് ജൂലൈക്ക് ശേഷം ഇപ്പോൾ ഇതുവരെ ഇൻവിറ്റേഷൻസ് ഒന്നും ആർക്കും വന്നിട്ടില്ല. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് വിളിക്കുക, ഇനി വിളിക്കാൻ ചാൻസ് ഉണ്ടോ, അതൊന്നും നമുക്ക് അറിയില്ല. കാരണം നമുക്ക് അതിനകത്ത് 100% നമുക്കതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പം ഇതല്ലെങ്കിൽ, അതായത് സ്കിൽഡ് നോമിനേറ്റഡ് വിസ ഓപ്ഷൻസ് അല്ലെങ്കിൽ പിന്നീട് എന്ത് വിസ ഓപ്ഷൻസ് ആണ് പിന്നീട് നമുക്കുള്ളത്? അതായത് എംപ്ലോയർ സ്പോൺസർ വിസകൾ അല്ലെ? അപ്പം ഒരുപാട് പേരും തന്നെ, അതായത് ഒരു 6-7 മാസമായിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് ഇൻവിറ്റേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് ഇനിയിപ്പം ഓക്കെ വെയിറ്റ് ചെയ്യണ്ട, എന്നാൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് നോക്കാം എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ വർഷം എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം വിസകൾക്കുണ്ടായ മാറ്റത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വിസകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടണം അല്ലെ? ഇനി ഈ 2024-ൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണ് അതിന്റെ റീസൺ? ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരുപാട് പേർക്ക്, അതായത് മിനിമം സ്കോർ ഉണ്ടായിരുന്നവർക്ക് പോലും ഇൻവിറ്റേഷൻ, അതായത് 491-നും ഇനി വിക്ടോറിയയിൽ ഡയറക്റ്റ് 190-ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി, അവരെല്ലാം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അവരുടെയൊക്കെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട് മിക്കവർക്കും, ഇൻക്ലൂഡിങ് മീ. അതായത് കഴിഞ്ഞ വർഷം 2023-ൽ ഇപ്പം ഒരു മെയ് ജൂണിലൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക്, ഇപ്പം എന്റെ കേസിലാണെങ്കിൽ എനിക്ക് സെപ്റ്റംബറിലാണ് വിസയ്ക്ക് അപ്രൂവൽ വന്നത്. ഓക്കെ, അതുപോലെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, നവംബറിലോ ഡിസംബറിലോ വിസ അപ്രൂവ് ആയേക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഫസ്റ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി 1 ഇയർ വരെ ടൈമുണ്ട്. അതായത് ഒരു 2023 ഡിസംബറിൽ 190 വിസ അപ്രൂവ് ആയ ഒരാൾക്കാണെങ്കിൽ 2024 ഡിസംബർ വരെ ടൈം ഉണ്ട് ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് എൻട്രി ചെയ്യാൻ. അപ്പം ഒരുപാട് പേര് ഓസ്ട്രേലിയ എത്തി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. കുറെ പേര് ഇപ്പൊ ഇനിയുള്ള മാസങ്ങളിൽ പോവാൻ നിൽക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം ഇവരുടെയും ഒക്കെ ഒരു പ്രോസസ്സാണ്. ഇവർക്കും ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇവരും ഇന്റേൺഷിപ്പ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് റിട്ടൺ എക്സാമും ഓറൽ എക്സാമും ഒക്കെ കംപ്ലീറ്റ് ചെയ്താലാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ? അപ്പൊ ഈ 2024-ലേക്ക് ഓൾറെഡി ഈ വിസ അപ്രൂവ് ആയിരിക്കുന്നത്, അതായത് റൈറ്റ് ടു വർക്ക് ഇൻ ഓസ്ട്രേലിയ ഓൾറെഡി ഉള്ളവർക്ക്, ഓക്കെ, വിസ ഹോൾഡ് ചെയ്യുന്നവരും ഇന്റേൺഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കുമ്പം, അതായത് എംപ്ലോയീസിന് നമ്മൾ ആപ്ലിക്കേഷൻസ് വെക്കുമ്പോഴത്തേന് ഓൾറെഡി വിസ ഉള്ളവര് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എംപ്ലോയർ ഒരു ഓഫ് ഷോർ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവർ നോക്കുമ്പോൾ അവർക്ക് ഓൾറെഡി വിസ ഉള്ള ഒരുപാട് കുട്ടികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനിൽ അവർ നോക്കുമ്പം വിസ ഉള്ളവരുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഓഫ് ഷോർ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാണ് ഈ വർഷം സ്പോൺസർഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായതിന്റെ മെയിൻ ഒരു റീസൺ.
രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസകൾക്കുള്ള ഒരു ചേഞ്ചസ് ആണ്. അതിലൊരു പോസിറ്റീവ് ചേഞ്ച്, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 482 വിസയ്ക്ക് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, ആ 2 വർഷം എന്നുള്ളത് 2024 നവംബറിന് ശേഷം ഇനി നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് മതി. അതായത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ഇനി 407 വിസയിൽ പോയിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന 1 ഇയർ കൺസിഡർ ചെയ്യും. അപ്പൊ 407 വിസയിൽ പോയി നമുക്ക് 482 ബ്രിഡ്ജ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്ക് ഓവർസീസിൽ നിന്ന് 407 വിസ ട്രെയിനിങ് വിസയിൽ പോകാൻ പറ്റും. പക്ഷേ ഇതിനു മുമ്പ് അത് പറ്റില്ലായിരുന്നു. കാരണം 482 2 വർഷം എക്സ്പീരിയൻസ് വേണമായിരുന്നു. അപ്പം നമ്മൾ 407 വിസയിൽ പോയാലും അവിടുത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇയർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇയറിന് ഒരു കുറവുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇനി ഇപ്പൊ അത് പ്രശ്നമില്ല. ഈ 2024 നവംബറിന് ശേഷം അത് 2 ഇയേഴ്സിൽ നിന്ന് 1 ഇയർ ആയിട്ട് അവർ കുറച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. പക്ഷേ ഒരു പ്രോബ്ലം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 482 ആൻഡ് 494 പോലുള്ള വിസകൾക്ക് എംപ്ലോയർ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷൻ ഇൻകം ത്രെഷോൾഡ് ഉണ്ട്, സാലറി ത്രെഷോൾഡ്. അതായത് ആ ഒരു സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യണം. അതായത് കറക്റ്റ് ഇച്ചിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ പെർ ഇയർ ഈ എംപ്ലോയിക്ക് ഇത്ര സാലറി, ഇത്ര എമൗണ്ട്, ഇത്ര ഡോളർ കൊടുക്കും ഒരു നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ആ ഒരു സാലറി ത്രെഷോൾഡ് ഇതിനു മുൻപ് 53,900 ആയിരുന്നു. പക്ഷെ അത് ഇൻക്രീസ് ചെയ്ത് 70,000 ആയി. ഇപ്പോൾ അത് 73,150 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് ഇന്റേൺഷിപ്പ് സമയത്ത് ഒരു ഫാർമസിസ്റ്റിന്റെ സാലറിയുടെ അറൌണ്ട് ഹാഫേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇത്രയും സാലറി നമുക്ക് ഓഫർ ചെയ്ത് നമ്മളെ നോമിനേറ്റ് ചെയ്ത് എംപ്ലോയിയെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി 482 ആൻഡ് 494 ഈ 2 വിസകളാണ് ഡയറക്റ്റ് PR ലീഡ് ചെയ്യുന്നത്. അതായത് 482 പോകുന്ന ഒരാൾക്ക് അത് ടെമ്പററി സ്കിൽഡ് ഷോർട്ടേജ് വിസയാണ്. 2 വർഷം കഴിയുമ്പം എംപ്ലോയറിന്റെ സപ്പോർട്ടോടുകൂടി 186 ബ്രിഡ്ജ് ചെയ്യാം. ഇനി 494 ആണെങ്കിൽ അത് എംപ്ലോയർ സ്പോൺസർ റീജിയണൽ വിസയാണ്. 3 വർഷം കഴിയുമ്പോൾ എംപ്ലോയറിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് 191 ബ്രിഡ്ജ് ചെയ്യാം. പക്ഷേ ഇനി ഈ 2 വിസകൾക്കും ഓഫ്ഷോർ കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റില്ല. ഇനി അവർക്ക് 407 വിസ, അതായത് ട്രെയിനിങ് വിസയിൽ പോയി ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് റിട്ടൺ ഓറൽ എക്സാം ഒക്കെ പാസ്സായി രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ്, അപ്പൊ അവരുടെ സാലറി കൂടുമല്ലോ, പിന്നെ അവർക്ക് ഈ വിസയിലേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഇനി നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. 407 വിസയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് ആ സ്റ്റേറ്റിന്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. 491 അല്ലെങ്കിൽ 190ക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിസയ്ക്കും വെക്കാം. അപ്പം ഇനി മുതൽ 407 വിസ മാത്രമായിരിക്കും ഒരു ഓപ്ഷൻ. ഓക്കെ, ഇനി എപ്പോഴും വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഇനിയും ഇൻ ഫ്യൂച്ചർ ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ ഇപ്പൊ വല്ല റീജിയണൽ ഏരിയയിലൊക്കെ ഉള്ളിലേക്കുള്ള ഏരിയയിൽ അത്രയും സാലറി ഓഫർ ചെയ്ത് ഏതെങ്കിലും ഒരു എംപ്ലോയർ നോമിനേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ആ വിസ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ സാലറി ത്രെഷോൾഡിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ആ വിസയ്ക്ക് ഇനി ഓഫ് ഷോർ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഈ ഒരു പ്രശ്നം നമ്മുടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നതിനെ അതും അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഏറ്റവും ബെറ്റർ, കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്ന 482 അല്ലെങ്കിൽ 494 മൂവ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അന്നേരം നിങ്ങൾ എക്സ്പീരിയൻസും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി നമുക്ക് അതിനുള്ള പോസിബിലിറ്റി കുറഞ്ഞു. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള വേറൊരു റീസൺ ഈ 2024 നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ഒരു ഡിഫിക്കൽട്ടി. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന റീസൺ വലിയ രീതിയിൽ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ബാധിച്ചിട്ടുണ്ട് ഈ സ്പോൺസർഷിപ്പിനെ. കാരണം ഓസ്ട്രേലിയയിൽ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയും, അത് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5 times വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മെഡിസിൻസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് മെഡിസിൻസ് ഫില്ല് ചെയ്യാമായിരുന്നു. ഓക്കെ, 21 days കൂടുമ്പോൾ നമുക്ക് ഫാർമസി വിസിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം അത് 2 റിപ്പീറ്റേഷൻസ് അവർക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. അതായത് അവർക്ക് എവറി 50 days കൂടുമ്പോൾ ഫാർമസി വിസിറ്റ് ചെയ്താൽ മതി. 2 മാസത്തേക്കുള്ള മെഡിസിൻസ് ഒരുമിച്ച് വാങ്ങിക്കും. ഇത് എല്ലാ മെഡിസിൻസിനും ഇല്ല, പക്ഷെ കുറെ മെഡിസിൻസിന് ഈ ഒരു റൂള് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ആയിട്ടും മെഡിസിൻസിന്റെ സെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാർമസികളുണ്ടല്ലോ, അതിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വലിയ ഫാർമസി ചെയിൻസ്, അതായത് നോൺ ഫാർമ പ്രൊഡക്ട്സിന്റെ സെയിൽ കൂടുതലായിട്ട് നടക്കുന്ന ഫാർമസിനെ ഒന്നും വലിയ രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ അത് ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഡിസ്പെൻസിംഗ് റൂൾ ഉണ്ടായ മാറ്റം. ഓക്കെ, കാരണം അതുകൊണ്ട് പേഷ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് മന്ത്ലി ഫാർമസി വിസിറ്റ് ചെയ്യാതെ വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു
സ്റ്റാഫിന്റെ റിക്വയർമെന്റ് കുറഞ്ഞു. അപ്പം ഈ ഒരു റീസണും നമ്മളെ ഇൻഡയറക്ട്ലി ഈ സ്പോൺസർഷിപ്പിനെ, അതായത് സ്റ്റാഫിനെ കൂടുതൽ വേണ്ടപ്പോഴാണല്ലോ അവർ സ്പോൺസർ ചെയ്ത് ഓഫ് ഷോർ കാൻഡിഡേറ്റ്സിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലെല്ലാം വരുന്ന ഒരു ആശങ്കയായിരിക്കും, എപ്പോഴത്തേനും ഇതൊക്കെ റെഡി ആയിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും അല്ലെ, ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, PR എത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഈ 2024 ഈ ഒരു ഇഷ്യൂ വന്നത്. നമുക്കറിയാം, ഇപ്പൊ പോയിരിക്കുന്നവരെല്ലാം ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങുന്നവർ പോലും അവരവരുടെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫാർമസിസ്റ്റ് ആവും അല്ലെ. ഇനി അങ്ങോട്ടേക്കും ഇന്റേൺസിനെ വേണം, ഫാർമസികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഓഫ് ഷോർ കാൻഡിഡേറ്റ്സിനെ സ്പോൺസർ ചെയ്ത് അവര് സെലക്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ നമുക്ക് ഈ വർഷം അവിടെ എത്തി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഇയറോടുകൂടി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയിട്ട് നമുക്ക് ഏകദേശം 2026 ആകുമ്പോൾ അവിടെ എത്തി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതും ഡിപ്പെൻഡ് ആട്ടോ. ഇൻ കേസ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ പോലും നമുക്ക് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 407 വിസയ്ക്ക് നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിസ അപ്രൂവ് ആകുമായിരുന്നു. 3 days കൊണ്ട് അപ്രൂവ് ആയ കേസ് വരെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ കാണിക്കുന്നത് 90% ആപ്ലിക്കൻസിനും 7 months വരെ പോവാം, 50% ആപ്ലിക്കൻസിന് 62 days വരെ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈവൻ നമ്മൾ 7 months കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഇയറിൽ ഒരു എംപ്ലോയറിന്റെ ഇത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടി, കാരണം നോമിനേഷൻ കിട്ടി, സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടി, നോമിനേഷൻ അപ്രൂവ് ആയിട്ടാണല്ലോ നമ്മൾ വിസയ്ക്ക് വെക്കുന്നത്. അപ്പൊ വിസ അപ്രൂവ് ആകും. നമ്മൾ ഈ 7 months കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം നെക്സ്റ്റ് ഇയർ എൻഡോടെ അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ കുറച്ചു പേരുടെ വിസകളൊക്കെ അപ്രൂവ് ആയി വരുന്നത് അല്ലേ. ഈ കുട്ടികളെല്ലാം ലാസ്റ്റ് ഇയർ ഇന്റർവ്യൂ കൊടുത്ത്, എംപ്ലോയർ ഇന്റർവ്യൂ കൊടുത്ത് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തവരാകാം, അല്ലെങ്കിൽ ഈ വർഷം തന്നെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഇന്റർവ്യൂ കൊടുത്ത് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടാകും. കാരണം ഇപ്പൊ വിസയ്ക്ക് പണ്ടത്തെ പോലല്ല, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് എടുക്കുന്ന ഒരു ടൈം ഒരു 2 weeks 3 days കൊണ്ട് അപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കറന്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ അറിയാം, 407 വിസയ്ക്ക് 90% ആപ്ലിക്കൻസിന് 7 months വരെ ടൈം എടുക്കാം, 50% ആപ്ലിക്കൻസിന് 62 days സമയം എടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടാം, മാക്സിമം 7 months വരെയൊക്കെ പോവാം. അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ വർഷം എൻഡോടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്കും അല്ലെങ്കിൽ ഈ വർഷം സ്റ്റാർട്ടിംഗ് ടൈമിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്കൊക്കെയാണ് ഇപ്പോൾ വിസയ്ക്ക് അപ്രൂവൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ഡിഫിക്കൽട്ടി ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ROIക്ക് സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികളുടെ 6-7 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികൾ പോലും ഇപ്പോഴാണ് അവർ ഓക്കെ ഇനി വെയിറ്റ് ചെയ്യേണ്ട, എംപ്ലോയർ സ്പോൺസർഷിപ്പ് നോക്കാം എന്നുള്ള രീതിയിൽ അവരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം സ്പോൺസർഷിപ്പ് കിട്ടാൻ വളരെ ഈസി ആയിരുന്നു, അല്ലെങ്കിൽ ഈ വർഷം സ്റ്റാർട്ടിംഗ് സമയത്തൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. കാരണം മിക്കവർക്കും ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് വിസ കിട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പ് നോക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഓൾറെഡി കഴിഞ്ഞ വർഷം എക്സാം ക്ലിയർ ചെയ്ത കുട്ടികളും കുറച്ച് നാളെ ROI സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിന്നു. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഈ ഒരു 3-4 മാസമായിട്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്. അതിന്റെ റീസൺസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉടനെ തന്നെ മാറും. നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാം ബാക്ക് ടു നോർമൽ ആവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം, അതായത് ഇപ്പോൾ ഓരോ ബാച്ചിനും കുട്ടികൾ പഠിച്ചിറങ്ങുകയാണ് അല്ലേ, എല്ലാവരും എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലുള്ളവരാണെങ്കിൽ പോലും അവിടുത്തെ പല സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്ത് അവരും ഒരു ഇതുപോലുള്ള കൺട്രീസിലേക്കൊക്കെ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരും B.Pharm ഫാമിലി കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന പിള്ളേരെല്ലാം ഇപ്പം എക്സ്പീരിയൻസും വേണ്ടാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻസ് കൂടും. അപ്പം നമുക്ക് നേരത്തെ പോലെ അല്ലെങ്കിൽ മുൻപുള്ള വർഷങ്ങളിലേതുപോലെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, അതായത് എംപ്ലോയർ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത്ര ഈസി ആയിരിക്കില്ല സെലക്ഷൻ കിട്ടുവാൻ. നിങ്ങളുടെ ഒരു എഫേർട്ടും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഒരു പ്രൊഫഷണലി ഉള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ നിങ്ങളായിട്ടും കൂടെ നിങ്ങളുടെ ഇതുപോലുള്ള കഴിവുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കോൺഫിഡൻസോടെ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീമിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ
അതുപോലെ എൻ്റെ പേഴ്സണൽ ഒരു അഡ്വൈസ് അല്ല കേട്ടോ, ഞാനൊരു കാര്യം ഷെയർ ചെയ്യുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, BPharm കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ PharmD കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് മിക്കവരും തന്നെ. അപ്പം നമ്മൾ എന്താണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനുള്ള ഒരു വിസ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡിപ്പെൻഡന്റ് വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് അതിനെ ഫേവർ ചെയ്യുന്നതാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആ രാജ്യത്തേക്കുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കി അത് ചെയ്യുക. പക്ഷെ നമ്മൾ അല്ലാത്തൊരാൾക്ക് നമ്മൾ ഏത് രാജ്യം ഏതാണ് വിസ കിട്ടാൻ എളുപ്പം, എങ്ങനെയാണ് പോകേണ്ടത്, രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ US-ന്റെ ആണെങ്കിൽ നമ്മൾ FPG ആണ് ഇവാലുവേറ്റിംഗ് എക്സാം വരുന്നത്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാനുള്ള ഒരു പ്രോപ്പർ വിസയും കാര്യങ്ങളും ഉണ്ടാവണം അല്ലേ. ഇനിയും കാനഡയുടെ PEBC എടുക്കുവാണെങ്കിൽ നമുക്കിപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒണ്ടേരിയോ ഈയിടെ ഇൻവൈറ്റ് ചെയ്തത്. നമുക്ക് അതും അറിയില്ല ഇനി എപ്പോഴാണ് നെക്സ്റ്റ് എന്നുള്ളത്. നമുക്ക് അതിലും 100% ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കാനഡയുടെ ബാക്കി ക്വാളിഫയിങ് എക്സാമും ബാക്കി പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കാനഡയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസ ഉണ്ടാവണം. അപ്പോൾ ഡിഫറൻറ്റ് വിസ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രോപ്പർ അതിൻ്റെ ഒരു ഫാമിലി വിസ ഉള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത കുട്ടികൾക്ക് എന്താണ് പിന്നുള്ള ഓപ്ഷൻ? ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോബ്, ഫാർമസി അസിസ്റ്റന്റ് പോലുള്ള ജോബ് ഓഫർ കിട്ടി അവർ അവിടെ എത്തണം, അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡന്റ് വിസ പ്രോഗ്രാംസിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മിക്ക കൺട്രീസിലും സ്റ്റുഡന്റ് വിസ പ്രോഗ്രാംസിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ജെനുവിൻ സ്റ്റഡീസിന് വിസ കൊടുക്കുന്നുള്ളൂ, അതുപോലെ സ്റ്റേ ബാക്ക് പ്രോഗ്രാം എടുത്ത് കളയുന്നു, PR-ലോട്ട് ലീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു. കാരണം എല്ലാ കോഴ്സും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി അല്ല PR കിട്ടാൻ. അപ്പം അത് നോക്കിയും കണ്ടുമൊക്കെ നമുക്ക് വേണം. അത് ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആവാം അങ്ങനെ എടുക്കുന്ന കോഴ്സുകൾ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ അയർലൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അയർലൻഡ് നല്ലൊരു ഓപ്ഷനാണ്. PharmD കഴിഞ്ഞ കുട്ടികൾക്ക് BPharm കംപ്ലീറ്റ് ചെയ്തവർ എലിജിബിൾ അല്ല കറന്റ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ അത് അവർ എലിജിബിൾ ആവാനുള്ള കംപ്ലയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതായത് ചേഞ്ചസ് വരാം. കാരണം ഒരുപാട് കുട്ടികളുണ്ട് BPharm കഴിഞ്ഞിട്ട് അയർലൻഡിലുള്ളത്. സ്റ്റുഡന്റ് വിസ പ്രോഗ്രാം വഴി അയർലൻഡിലേക്ക് പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നിലവിൽ ഇപ്പോൾ PharmD കഴിഞ്ഞവരാണ് അതിന്റെ പ്രോസസ്സ് ചെയ്യാനുള്ള എലിജിബിൾ ആയിട്ടുള്ളവർ. അപ്പം അതിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ PSI ഇവാലുവേറ്റിംഗ് എക്സാം നമുക്കിപ്പം ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാം. നമ്മൾ എവിടെയാണോ അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിനുശേഷമുള്ള ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ എത്ര നാൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. 6 months തൊട്ട് 3 years വരെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എത്ര നാൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിസ ഉണ്ടായി നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വേറെ ഒരു പ്രോപ്പർ വിസ ഇല്ലാത്ത കുട്ടികൾക്ക് സ്റ്റുഡന്റ് വിസയിൽ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് വേണം അവർക്ക് ബാക്കിയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മൾ UK-യുടെ കാര്യം എടുത്താലോ, നമ്മൾ UK-ക്ക് ഡയറക്റ്റ് ഒരു എക്സാം എന്നുള്ളതല്ല, OSPAP അവിടെ നമ്മൾ എത്തണം. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നമ്മൾ എത്തണം. പിന്നെ അതുപോലെ OSPAP കോഴ്സ് ചെയ്യണം. OSPAP കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സ് GPHC എക്സാം ആണെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കമ്പാരിസൺ നടത്തിയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികളും ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നതിന്റെ ഒരു റീസൺ എന്താ പറയുന്നത്, ഈ CAPS അല്ലെങ്കിൽ OPRA ഇത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ എംപ്ലോയർ സ്പോൺസർഷിപ്പ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പം ഈ ഒരു വർഷത്തെ ഒരു ഡിഫിക്കൽട്ടി വന്നതാണ്. ഇതിനു മുമ്പൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ഈസി ആയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് നിങ്ങളൊരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഡൗട്ട് കൂടെ ഞാൻ പറയാണ്. നമ്മൾ ഈ വിസകൾക്കൊക്കെ വെക്കുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സ്കിൽ അസസ്മെന്റ് ലെറ്റർ വാലിഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, നമുക്കറിയാം നമ്മൾ CAPS അല്ലെങ്കിൽ OPRA എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കിൽ അസസ്മെന്റ് ലെറ്റർ കിട്ടുമല്ലോ. അതിന് 3 വർഷമാണ് വാലിഡിറ്റി ഓസ്ട്രേലിയക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വാലിഡ് ആയിട്ട് നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ APRA രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെയായിരിക്കും അവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ APRA രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. പക്ഷേ ഇതിന്റെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 2 തവണ വരെ അത് റിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ 3 വർഷം ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് APRA രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. എന്റെ കേസിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൂടെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ OPRA അല്ലെങ്കിൽ CAPS എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.